പത്തനംതിട്ട മൈലപ്രയിൽ വയോധികനെ കടയ്ക്കുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. മൈലപ്ര സ്വദേശി ജോർജ് ആണ് മരിച്ചത്. വായിൽ തുണി തിരുകി കൈകാലുകൾ കെട്ടിയിട്ട നിലയിലായിരുന്നു മൃതദേഹം. വിവരങ്ങളുമായി സുജു ടി ബാബു ചേരുകയാണ്. സുജു, ഇത് ഒരു കൊലപാതകമെന്നാണോ പോലീസ് പറയുന്നത്? എന്താണ് വിശദാംശങ്ങൾ? ബിനു, പ്രാഥമിക നിഗമനം കൊലപാതകം എന്ന് തന്നെയാണ്. ഏതാണ്ട് അരമണിക്കൂർ മുമ്പാണ് ഈ വയോധികനെ കടയ്ക്കുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയിരിക്കുന്നത്. ഈ മൈലപ്ര സർവീസ് സഹകരണ ബാങ്ക് സെക്രട്ടറി ഷാജി പുതുവേലിയുടെ പിതാവാണ് പിതാവിനെയാണ് കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തിയിരിക്കുന്നത്. ജോർജ് എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. ഈ മൃതദേഹം കണ്ടെത്തുമ്പോൾ വായിൽ തുണി തിരികെയും അതുപോലെ കൈകാലുകൾ കെട്ടിയിട്ട നിലയിലാണ്. അതിനാൽ തന്നെ ഇത് കൊലപാതകം എന്ന് തന്നെയാണ് പോലീസ് ഇപ്പോൾ പറഞ്ഞത്. എന്നാൽ ഇക്കാര്യത്തിൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടൊക്കെ തന്നെ പൂർണ്ണമായി പുറത്തു വരേണ്ടതുണ്ട്. എന്നാലും നിലവിൽ സാഹചര്യത്തിൽ കൊലപാതകം എന്ന് അനുമാനിക്കാൻ തന്നെ സാധിക്കും. കടയ്ക്കുള്ള CCTV യുടെ ഹാർഡ് ഡിസ്കും മോഷണം പോയിട്ടുണ്ട്. അതായത് ഈ കൊല നടത്തിയവർ അവർ CCTV ഉൾപ്പെടെ അതിന്റെ ഹാർഡ് ഡിസ്ക് ഉൾപ്പെടെ മോഷണം നടത്തിയിട്ടുണ്ട്. അല്ലായിരുന്നെങ്കിൽ ഒരു പക്ഷേ വളരെ എളുപ്പത്തിൽ തന്നെ പ്രതികളെ പിടികൂടാൻ സാധിക്കുമായിരുന്നു. എന്തായാലും പോലീസ് പത്തനംതിട്ട DYSP ഉൾപ്പെടെയുള്ള പോലീസ് ഉദ്യോഗസ്ഥർ ഈ കേസിൽ വിശദമായ അന്വേഷണം ഇപ്പോൾ ആരംഭിച്ചിട്ടുണ്ട്. ബിനു, സുജു, ഏതായാലും CCTVയുടെ ഹാർഡ് ഡിസ്ക് ഉൾപ്പെടെ മോഷണം പോയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ വായിൽ തുണി തിരുകി കൈകാലുകൾ കെട്ടിയിട്ട നിലയിലായിരുന്നു മൃതദേഹം. അതുകൊണ്ട് തന്നെ ഇതുമായി ബന്ധപ്പെട്ട് ഇയാൾക്ക് ശത്രുക്കൾ ഉണ്ടായിരുന്നോ എന്നടക്കമുള്ള കാര്യങ്ങളൊക്കെ പോലീസ് അന്വേഷിക്കുന്നുണ്ടോ? തീർച്ചയായിട്ടും ബിനു, ഇത്തരം ഒരു കൊലപാതകം നടന്നിട്ടുണ്ടെങ്കിൽ അതിനായൊരു ഒരു കാരണം ഉണ്ടായിരിക്കുമല്ലോ. അത് എന്താണെന്നുള്ള അന്വേഷണം പോലീസ് അന്വേഷിക്കുന്നുണ്ട്. അതിൽ മൊബൈൽ ഫോൺ, സീരിയൽ കോൾ റെക്കോർഡ് ഉൾപ്പെടെ കാര്യങ്ങളാണ് ആദ്യം പ്രാഥമികമായി കണ്ടെത്താൻ ശ്രമിക്കുന്നത്. ഈ കടയ്ക്കുള്ളിലെ CCTV ദൃശ്യങ്ങൾ മോഷണം പോയിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഹാർഡ് ഡിസ്ക് പോയിട്ടുണ്ടെങ്കിൽ പോലും സമീപത്ത മറ്റ് കടകളിലെയും അതുപോലെ വീടുകളിലൊക്കെ CCTV ദൃശ്യങ്ങളും പോലീസ് ശേഖരിക്കുന്നുണ്ട്. ഇത് സമയം മുതലാണ് ജോർജിനെ വീട്ടിൽ നിന്ന് കാണാതാവുന്നത്. അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം പോലീസ് വിശദമായി അന്വേഷിക്കും. ബന്ധുമിത്രങ്ങളുടെ എല്ലാം മൊഴികളെടുക്കും. മാത്രമല്ല പത്തനംതിട്ട മൈലപ്ര സഹകരണ ബാങ്ക് സെക്രട്ടറി ഷാജി പുതുവേലിയുടെ പിതാവ് കൂടിയാണ്. നിലവിൽ ഈ ബാങ്കുകളുമായി ബന്ധപ്പെട്ട ചില പ്രശ്നങ്ങൾ നിലനിൽക്കുന്നുണ്ടെങ്കിൽ ആ കേസിലൊന്നും തന്നെ നിലവിലെ പുതിയ ബാങ്ക് സെക്രട്ടറിക്ക് പങ്കില്ല. അത്തരം ഒരു കാര്യമായി ഇതിനെ ബന്ധപ്പെടുത്താനും നിലവിൽ സാധിക്കുകയുമില്ല. ബിനു.